ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? കുറച്ച് ദിവസമായില്ലേ വീഡിയോ ഇട്ടിട്ട്. അതെന്താണെന്നറിയോ, നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ടല്ലോ. ഭയങ്കര അടിപൊളിയായിട്ട് എല്ലാവരെയും മീറ്റ് ചെയ്ത് നല്ല അടിച്ചു പൊളിച്ച് ജീവിക്കുക ഇവിടെ കേട്ടോ. അപ്പോൾ അതിനിടയിൽ എനിക്ക് ഇന്ന് തോന്നിയത്, ഞാൻ ഈ ബാംഗ്ലൂരിലെ കിച്ചൻ്റെ ഒരു വീഡിയോ പണ്ടിട്ടിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കണ്ടു നോക്കണം കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് വളരെ ആലോചിച്ച് കസ്റ്റമൈസ് ചെയ്തെടുത്തൊരു കിച്ചണാണിത്. അപ്പോൾ ഇതിൽ എനിക്കിന്ന് തോന്നിയത്, ഞാൻ ആ വീഡിയോയിലും കുറച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ അല്ലെങ്കിലും എടുത്തു പറയാമെന്നുള്ള കുറച്ച് കിച്ചൺ ഡിസൈൻ ഹാക്സിനെ കുറിച്ച്. വളരെ സിമ്പിൾ കാര്യങ്ങളാണ്, പക്ഷെ അത് വളരെ യൂസർ ഫ്രണ്ട്ലിയും, അത് ഞാനിപ്പം ദിവസവും ഇവിടെ കുക്ക് ചെയ്യുകയും പെരുമാറൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് അത് വളരെ യൂസ്ഫുൾ ആണെന്ന് തോന്നിയ കാര്യമായതുകൊണ്ട് ഞാൻ വിചാരിച്ചത് അതൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് അവതരിപ്പിക്കാമെന്ന്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? പോരാ. I've been thinking about myself today, thinking how I changed, how I really don't care. ഈ കിച്ചണിൽ എല്ലാം ഇങ്ങനെ റെഡിമെയ്ഡ് ഷട്ടേഴ്സ് ആട്ടോ വെച്ചത് ഇവിടെ. അപ്പോൾ എനിക്കിവിടെ കുറച്ച് സ്ഥലം ബാക്കി വന്നപ്പോൾ എനിക്കാണെങ്കിൽ അത് വെറുതെ ഡമ്മി കൗണ്ടറായിട്ട് വെക്കേണ്ടെന്ന് വെച്ചിട്ട് ഞാനിവിടെ ഒരു ഫ്രെയിം പോലെ ഉണ്ടാക്കി. കണ്ടോ, ഇതിൽ നല്ല കനമുള്ള 2 ദോശക്കല്ല കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഈ ദോശക്കല്ലൊക്കെ വെക്കാനായിട്ടൊരു ഡെഡിക്കേറ്റഡ് സ്പേസ് കിച്ചണിൽ ഉണ്ടാവാറില്ല. എനിക്കിതൊരു സ്മാർട്ട് ഐഡിയ ആയിട്ടാണ് ഇത് തോന്നിയത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കണ്ടിട്ട്? പിന്നെ ഈ ഡ്രോവർ ഉണ്ടല്ലോ, ഇത് നല്ല ടോൾ ഡ്രോവറാണേ, പക്ഷെ അതിൽ അത്രയും ടോളായിട്ടുള്ള പാത്രങ്ങൾ എൻ്റെ അടുത്തില്ല. അപ്പോൾ ഉള്ളിൽ ഞാനൊരു ഇൻറ്റേർണൽ ഡ്രോവർ കൊടുത്തിട്ടുണ്ട്. അതായത് വെളിയിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഡ്രോവർ തുറന്നിട്ട് അടുത്തൊരു ഡ്രോവർ. ഇത് കണ്ടോ, അപ്പം എനിക്ക് ഇതും ടാൻഡം ബോക്സ് തന്നെയാണ് കേട്ടോ. മാത്രമല്ല ഇതിൽ നല്ല പൊക്കമുള്ളൊരു കടായി തന്നെയാണ് വെച്ചിരിക്കുന്നത്. അത് കൂടാണ്ട് ഇത്രയും തന്നെ സ്ഥലം ബാക്കിയുണ്ട്. അപ്പോൾ കുക്കറൊക്കെ നമുക്ക് വെക്കാം. വലിയ സാധനങ്ങൾ വെച്ചിട്ട് അത്രയും സ്പേസ് ഉണ്ട്. കണ്ടില്ലേ, നല്ലൊരു സംഭവമല്ലേ? പിന്നെ എനിക്ക് എൻ്റെ കിച്ചണിൽ വളരെ ഇഷ്ടപ്പെട്ടത്, താഴത്തെ ക്യാബിനറ്റും മുകളിലത്തെ ലോഫ്റ്റും സെയിം ഡെപ്താണ്. മാത്രമല്ല എല്ലാം നിങ്ങളുടെ കിച്ചണിൽ ലോഫ്റ്റ് കൊടുക്കുന്നത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ മുകളിൽ ഡസ്റ്റ് ഒന്നും കയറിയിരിക്കത്തില്ല, കാണാനായിട്ടൊരു നീറ്റ് സീംലെസ് ഒരു ലുക്ക് ഉണ്ടാവും. കണ്ടില്ലേ? അപ്പം ഇത് മാത്രമല്ല, ഞങ്ങൾ ആ ചിമ്മിനിയുടെ ഡക്റ്റും കൂടി എന്താ വേണ്ട, ഇതിൻ്റെ ഇടയിൽ നിന്ന് പോയി ആ ഡക്റ്റ് ഫോൾ സീലിങ്ങിൻ്റെ അകത്തുനിന്ന് പുറത്ത് പോയിരിക്കുകയാണ്. പിന്നെ ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. ഞാനിത് ഒട്ടും റിഗ്രറ്റ് ചെയ്യുന്നില്ല കേട്ടോ, ഈ ഷെഫ്സ് പാൻട്രി വെച്ചതിൽ. ബിക്കോസ് ഇതിൽ ഇഷ്ടംപോലെ സാധനങ്ങൾ നമ്മൾ വെക്കാനും പറ്റും. പിന്നെ ഓരോ ലെയേഴ്സും എനിക്ക് ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാൻ പറ്റുന്നൊരു പാൻട്രിയാണ്. അടിപൊളിയല്ലേ? ഇത് കണ്ടോ, ഈ സിങ്കിനെ ഞാൻ ഒരേ ലെവലിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴുകിയിട്ട് അപ്പുറത്തോട്ട് തുടച്ച് കളയാനൊക്കെ നല്ല എളുപ്പമുണ്ട്. മാത്രമല്ല ഞാൻ ഈ ടാപ്പ് വാങ്ങിച്ചത് ഞാൻ ശരിക്കും ഹാപ്പിയാണ് കേട്ടോ. ഇങ്ങനത്തെ ടാപ്പ് ഇത് സെപ്പറേറ്റ് 2, അതായത് സ്പൗട്ട് 2 ഉണ്ട്, എന്നിട്ട് 2 അപ്പുറവും ഇപ്പുറവും അതിനുള്ള സെപ്പറേറ്റ് കൺട്രോൾസ് ഉണ്ട്. ഇത് അണ്ടർ സിങ്ക് വാട്ടർ പ്യൂരിഫയറിന് നല്ലൊരു പ്ലാനാണ്. വേറെ ഞങ്ങളുടെ കിച്ചണിൽ, എല്ലാ കിച്ചണിലും കാണാറില്ല സാധാരണ ഈ സാധനം. ഇതൊരു വർക്ക് ടോപ്പ് എന്ന് പറയും. ഇത് കുക്ക് ടോപ്പ് അല്ല, ഇതൊരു വർക്ക് ടോപ്പാണ്. അപ്പോൾ ഇതിൽ ആവശ്യമുള്ള സമയത്ത് മാത്രം, അതായത് ഈ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറൊക്കെ ഇല്ലാത്ത കിച്ചൺസ് ഉണ്ടല്ലോ, ടിപ്പിക്കലി എൻ്റെ പോലത്തെ കിച്ചൺസിൽ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എന്തായാലും പറ്റത്തില്ല. അപ്പോൾ അങ്ങനത്തെ കിച്ചൺസിന് ഇത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. പെട്ടെന്ന് നമുക്കൊരു എക്സ്ട്രാ കൗണ്ടർ വേണം, അല്ല കുട്ടികൾക്ക് അവിടെ ഇരുന്ന് ആഹാരമൊക്കെ കൊടുക്കണമെങ്കിൽ ഒരു സ്റ്റൂള് വലിച്ചെടുത്തിട്ടിട്ട് നമുക്ക് കാര്യമായിട്ട് അവിടെ തന്നെ കുട്ടികളെ ഇരുത്തി നമുക്ക് ആഹാരമൊക്കെ കൊടുക്കാം. ഇവിടെ നല്ല സ്റ്റേഡിയാണ്. ഇതൊരു 100 kg കപ്പാസിറ്റി വരെ താങ്ങും ഇത്. കാരണം ഇത് വേണ്ടാത്ത സമയങ്ങളിൽ നമ്മൾ നീറ്റായിട്ടത് ഉള്ളിൽ മടക്കി വയ്ക്കുക. ഇതെൻ്റെ യൂട്ടിലിറ്റിയാണ് കേട്ടോ. അപ്പോൾ അതിൽ നോക്കുവാണെങ്കിൽ ഒരു
ഭയങ്കര എലാബറേറ്റ് ആയിട്ടുള്ള അടുപ്പ് ഞാൻ കൊടുക്കാത്തത് എനിക്ക് വളരെ ഹാപ്പിയാണ് ഞാൻ. അപ്പോൾ ഇതിൽ ബോഷിൻ്റെ ജസ്റ്റ് 2 ഇൻഡക്ഷൻ ഇൻബിൽറ്റ് ആയിട്ടുള്ള സ്റ്റൗവാണ് കൊടുത്തിരിക്കുന്നത്. ഇതെനിക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ചെറിയൊരു കാര്യമാണ് ഈ സ്കേർട്ടിംഗ് ഉണ്ടല്ലോ. അപ്പോൾ ഈ സ്കേർട്ടിങ്ങിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ചിലയിടത്തെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഈ കൗണ്ടർ ടോപ്പ് ഇട്ടതിന് ശേഷം സ്കേർട്ടിങ്ങിൻ്റെ ആ തിക്നെസ് പുറത്ത് വരും അല്ലേ, ടൈലിട്ടിട്ട് പിന്നെ അതിൻ്റെ പുറത്ത് സ്കേർട്ടിങ് ഒട്ടിക്കാറുണ്ട്. അപ്പോൾ കഴിയുകയാണെങ്കിൽ ടൈൽസ് ആദ്യമേ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൗണ്ടർ ടോപ്പ് ഇട്ട് അതിൻ്റെ പുറത്ത് ഫസ്റ്റ് സ്കേർട്ടിങ് ഇടുക. അപ്പോൾ ആ സ്കേർട്ടിങ്ങിൻ്റെ തിക്നെസ്സിൻ്റെ പുറത്ത് ഗ്രൂവ് ഇതുപോലെ ചെയ്തിട്ടുണ്ട് നോക്കുക. അപ്പോൾ അത് തന്നെ ഒരു പാറ്റേൺ ആയി. അപ്പം കാണുമ്പോഴത്തേക്ക് സീംലെസ് ആയിട്ടിരിക്കും. എൻ്റെ കിച്ചണിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം ഏതാണെന്നറിയോ? അണ്ടർ ക്യാബിനറ്റ് ലൈറ്റ്സ് ആണ്. ഇത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, വളരെ വളരെ യൂസ്ഫുള്ളാണ്. എല്ലാ ലൈറ്റ്സും ഓൺ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. വളരെ ഒരു സ്മാർട്ട് മൂവാണിത്. നിങ്ങളും പരീക്ഷിച്ച് നോക്കണം കേട്ടോ.